സലാം എല്ലാവർക്കും. ഇവിടെ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നു എന്ന ഒരു വസ്തുതയിൽ നിന്ന് അതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് ഇസ്ലാമോഫോബിയ ഉണ്ടോ എന്ന ചോദ്യം ആരും ഉയർത്തിയിട്ടില്ല. കാരണം അത് അത്രയും വസ്തുതാപരവും അത്രയും അനുഭവത്തിൽ നിലനിൽക്കുന്നതും ആണ് എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അത് കൊണ്ടാവണം ആ ഒരു ചോദ്യം ആരും ഉയർത്തിയിട്ടില്ല. ഒരു പക്ഷേ ഇതിൻ്റെ മുമ്പുള്ള സെഷൻസിൽ അത് വന്നിട്ടുണ്ടാകാം. പക്ഷേ ചോദ്യം ഉയർത്തേണ്ടതില്ലാത്ത വിധം യാഥാർത്ഥ്യമായിട്ട് അത് ലോകം മുഴുവൻ കാണുന്നു എന്നത് ഒരു സത്യമാണ്. ഈ 3 പ്രബന്ധങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ഇസ്ലാമോഫോബിയയെ അതിൻ്റെ തിയററ്റിക്കൽ ബേസിസിൽ നിന്നുകൊണ്ടും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടും അനുഭവങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടും പരിശോധിക്കാനുള്ള ശ്രമങ്ങളാണ്. ആ നിലക്ക് 3 തന്നെ വളരെയധികം പ്രസക്തമാണ്. അത് ഡോക്ടർ മാധവൻ പറഞ്ഞതുപോലെ ഇതിൽ 3 തന്നെ വികസിപ്പിച്ചെടുക്കേണ്ട പല അംശങ്ങളും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ തിയററ്റിക്കൽ ലെവലിൽ ഓറിയൻ്റലിസം ആയാലും പോസ്റ്റ് കൊളോണിയലിസം ആയാലും അതുപോലുള്ള മറ്റ് തിയറീസ് വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോഴും നമ്മൾ ഈ ഇസ്ലാമോഫോബിയയുടെ കാരണങ്ങളും ചരിത്ര സന്ദർഭങ്ങളും നമ്മൾ മനസ്സിലാക്കും. അതിൻ്റെ പിന്നിലെ ചോദനകളും ഊർജവും ഒക്കെ നമ്മൾ തിരിച്ചറിയും. പക്ഷേ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നത് വെറും തിയറിയിൽ മാത്രം നിൽക്കുന്ന ഒന്നായിരിക്കില്ല. എങ്ങനെയാണോ അത് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് പ്രസരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനുള്ള പ്രതികരണങ്ങളും രൂപപ്പെടുത്താൻ. ഇസ്ലാമോഫോബിയയുടെ ഇന്നത്തെ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ആവിഷ്കാരങ്ങൾ കാണുന്നത് നമ്മൾ അറിയുന്നത് പോലെ മാധ്യമങ്ങളിലാണ്. ഈ അമേരിക്കയിൽ ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള അതറിങ് എന്നുള്ള അപരവൽക്കരണം ഇപ്പോഴ് അനുഭവിക്കുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളുമാണെങ്കിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നാസികളുടെ കാലത്ത് ജൂതന്മാർക്ക് എതിരായി ഇതുപോലുള്ള അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ തുടങ്ങിയ മെക്കാർത്തീസം എന്ന് പറയുന്ന ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പ്രചാരണങ്ങൾ വളരെയധികം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമോഫോബിയക്ക് ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കുറേ മുമ്പ് തുടങ്ങിയതും ഇതിന് ശേഷം നിലനിൽക്കാൻ സാധ്യതയുള്ളതും ആണ്. എന്ന് വെച്ചാൽ ഡോക്ടർ മാധവൻ പറഞ്ഞതുപോലെ ഇതിന് കുരിശ് യുദ്ധങ്ങളുടെ കാലത്തുമായിട്ട് ഒരു ബന്ധമുണ്ട്. അൽ ജസീറ ചാനലിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് കുരിശ് യുദ്ധങ്ങളെപ്പറ്റി, അതിൻ്റെ പൗരസ്ത്യ വീക്ഷണങ്ങളെപ്പറ്റി, അത് പൗരസ്ത്യ കണ്ണുകളിൽ കൂടെ എങ്ങനെ കാണും എന്നുള്ള ഒരു വളരെ പഠനാർഹമായ ഡോക്യുമെൻ്ററി. അതിൽ കുരിശ് യുദ്ധകാലത്തെ ഇസ്ലാമിൻ്റെ ഉന്നതമായ സംസ്കാരം നിലനിന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയുന്നു. അതിൽ പരാമർശിക്കുന്ന 2 നഗരങ്ങളുണ്ട്. ഒന്ന് മൊസൂലാണ്, മറ്റൊന്ന് അലപ്പോ ആണ്. ഈ 2 നഗരങ്ങളുമാണ് ഇന്ന് വൻതോതിലുള്ള വംശഹത്യക്കും നശീകരണത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്നവരിൽ മുമ്പതിലുള്ളത് എന്ന് നമ്മളത് ഓർക്കണം. അത് യാദൃച്ഛികമാകാൻ തരമില്ല. എന്ന് വെച്ചാൽ വളരെ മുമ്പേ തുടങ്ങിയ ഒരു പൊതുബോധ നിർമ്മിതി, ഒരു ആക്രമണ സ്വഭാവം ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ചരിത്രപരമായ ചില കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്, ചില ശക്തികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാൻ ആണ് ഞാൻ ഇതത്രയും പറഞ്ഞത്. ഈ അപരവൽക്കരണം എന്നുള്ളത് എന്തിന്, അത്
ആര് ചെയ്യുന്നു, ആരുടെ താല്പര്യം എന്നുള്ളതൊക്കെ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളല്ല. അത് ഉണ്ടായി വരുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ പ്രചാരണത്തിന്, പ്രോപ്പഗാൻഡയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് പ്രോപ്പഗാൻഡ എന്നുള്ള ഒരു വശം, ഡെമണൈസേഷൻ, ഒരു വിഭാഗത്തെ അപരർ എന്ന് നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നടക്കുന്നത് അവരെ പിശാചുവൽക്കരിക്കലാണ്, ഡെമണൈസ് ചെയ്യലാണ്. അതിൻ്റെ രീതികൾ ഇത് ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത്, ഇതെല്ലാം തന്നെ കൾച്ചറൽ സ്റ്റഡീസിലും മീഡിയ സ്റ്റഡീസിലും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ടൂൾസ്, കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ടൂൾസ്, ഡീകൺസ്ട്രക്ഷൻ ടൂൾസ്, ഇതുപോലുള്ള എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പരിശോധിക്കുകയും അതിനെ നേരിടാനുള്ള ടൂൾസ്, ഉപകരണങ്ങൾ നമ്മൾ നിർമ്മിച്ചെടുക്കുകയും വേണ്ടത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭീതി വളർത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള അപരവൽക്കരണം നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പം ഗുജറാത്തിനെ പറ്റി നമ്മളെപ്പോഴും പറയാറുണ്ട്. ഗുജറാത്തിൽ നടന്ന വംശഹത്യയുടെ അതിക്രൂരമായ മാതൃകകളെപ്പറ്റി നിരന്തരം നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ, ഭയങ്കരമായ ക്രൂരതകളുടെ കഥകളൊക്കെ നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ മറ്റൊരു ചോദ്യം ഉയരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനോട് കലഹിക്കാം, യുദ്ധം ചെയ്യാം, ഹിംസിക്കാം, ഒക്കെ ചെയ്യാം, പക്ഷേ അത് ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ ഒരു മനുഷ്യനെ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. നമ്മളെപ്പോലുള്ള മനുഷ്യരാണല്ലോ മറ്റു മനുഷ്യരോട് ഇങ്ങനെ ചെയ്തത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അറിയുക, ഇത് ഒരു മുൻപേ നിർമ്മിച്ചു കഴിഞ്ഞ ഒരു പൊതുബോധത്തിൻ്റെ ഊർജം എടുത്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ അധമരായിട്ട് പ്രവർത്തിക്കുന്നത്. ആളുകൾ വെറുതെ അധമന്മാരായതല്ല, അവരെ പല തരത്തിലുള്ള പ്രചാരണങ്ങളിൽ പെട്ടുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഗുജറാത്തിൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ വംശഹത്യ നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രാദേശിക പത്രങ്ങൾ നിരന്തരമായിട്ട് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു, പൊതുബോധത്തെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ഇടപെടാൻ സാധിക്കാതെ പോയതാണ് ഒരു പക്ഷേ ഗുജറാത്തിന് പറ്റിയ ദുരന്തം. ഇതുപോലുള്ള നാരറ്റീവ്സ്, ഈ പിശാചുവൽക്കരണം, ഡെമണൈസേഷൻ എന്ന് പറയുന്നത് നാരറ്റീവ്സിൽ കൂടെ പലതരത്തിലുള്ള ചരിത്ര നിർമ്മിതി, പറഞ്ഞുണ്ടാക്കൽ, കെട്ടിച്ചമച്ച കഥകൾ, അതുപോലെ ഇമേജസ്, ബിംബങ്ങൾ സൃഷ്ടിക്കുക, സ്റ്റീരിയോ ടൈപ്പിംഗ്, പ്രൊഫൈലിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള രീതികളിൽ കൂടെയാണ് അത് നടക്കുന്നത്. ഗുജറാത്തിൽ അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ അടുത്ത് നേരത്തെ പറഞ്ഞു, കേരളത്തിലൊക്കെ ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന ആഖ്യാനങ്ങൾ, അതുപോലുള്ള നാരറ്റീവ്സൊക്കെ ഇതുപോലുള്ള മണ്ണ് ഒരുക്കാനുള്ള കുറേ രീതികളുടെ ഭാഗമായിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് സ്വയം തന്നെ അവ ഒരു ലക്ഷ്യമല്ല. അങ്ങനെയുള്ള പ്രചാരണങ്ങൾക്ക് അതിനപ്പുറത്തുള്ള മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഡെമണൈസേഷൻ്റെ രീതികൾ, അതിനെപ്പറ്റി പല തരത്തിലുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇമേജസിനെ പറ്റി നമ്മൾ പറഞ്ഞു, ബിംബ നിർമ്മിതി, അതുപോലെ ടെർമിനോളജി, പുതിയ തരത്തിലുള്ള പദാവലി സൃഷ്ടിക്കുക, ഭാഷയെ പുതിയ തരത്തിൽ ഉപയോഗിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ള അപ്പാർത്തൈറ്റ് വാളുണ്ട്, ആളുകളെ വംശീയമായി വേർതിരിക്കുന്ന വലിയ മതിലുണ്ടാക്കുന്നു. അതിന് അവർ വിളിക്കുന്ന പേര് സെക്യൂരിറ്റി വാൾ എന്നാണ്. സെക്യൂരിറ്റി വാൾ എന്നാണ്. അത് കേട്ടാൽ നമുക്കാർക്കും അതിനെപ്പറ്റി മോശം പറയാൻ തോന്നുന്നില്ല. ഇതുപോലുള്ള പദങ്ങൾ മാറ്റിയെടുക്കുക. അപ്പോൾ അസാസിൻ എന്നുള്ളത് ക്രൂസൈഡ്സിൻ്റെ, കുരിശുയുദ്ധത്തിൻ്റെ കാലത്ത് ഉണ്ടായ പദമാണ്. അതിന് കുരിശുയുദ്ധത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധമുണ്ട്. ജിഹാദ് എന്നുള്ള പദം ഇന്ന് വളരെ നെഗറ്റീവായ ഒരു കോണോട്ടേഷൻ കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഭാഷയുടെ ശൈലിയെ, പദങ്ങളെ സ്വന്തമാക്കുക, അതിനെ വളച്ചൊടിക്കുക, പുതിയ രീതിയിൽ അവതരിപ്പിക്കുക, ആ പുതിയ
പ്രചാരണത്തിനുള്ള ആയുധങ്ങളാക്കുക എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു രീതിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഭീതി നിർമ്മിതി ആദ്യം നടക്കും. പിന്നീടാണ് ആ ഭീതിയുടെ പുറത്ത് പിന്നെ കർമ്മ പദ്ധതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. യൂറോപ്പിലൊക്കെ നേരത്തെ ഇവിടെ പ്രബന്ധത്തിൽ പറഞ്ഞു, പിന്നെ കൺവേർഷനെ പറ്റി, അതുപോലെ മുസ്ലിംകളുടെ സുപ്പീരിയോറിറ്റി, ശരിക്കും ഇസ്ലാമോഫോബിയ അല്ല, ഇസ്ലാമിൻ്റെ സുപ്പീരിയോറിറ്റിയെ പറ്റിയുള്ള പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ ശരിയുണ്ട്. കാരണം യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും ഒരേ തരത്തിലുള്ള ആഖ്യാനങ്ങൾ വരുന്നതിൽ ഒന്ന് ഇതാണ്. അതായത് കുറച്ച് ഇത്രയും കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും, ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ബ്രിട്ടൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും. അപ്പോൾ മുസ്ലിം ജനസംഖ്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ജനപ്പെരുപ്പത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പിക്കുക. ഇത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇത് നടക്കുമ്പോൾ ഇതൊരു പൊതുബോധമായിട്ട് മാറുക, അത് സത്യമാണ് എന്ന്, അത് ഗിവൺ ആണ്, അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന രൂപത്തിലാണ് പോയി ഈ ആഖ്യാനങ്ങൾ പോയി ഇപ്പോൾ അമേരിക്കയിൽ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറയുന്ന ഒന്ന് വന്നു കഴിഞ്ഞതായി അവർ തന്നെ സമ്മതിക്കുന്നു. പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ അപ്പുറം, സത്യം കഴിഞ്ഞ്, സത്യത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള സത്യാനന്തരമായ ഒരു കാലം. അവിടെ വസ്തുതകൾ, സത്യം പ്രസക്തമല്ല. എന്താണോ പറയുന്നത്, എന്താണോ വിശ്വസിക്കുന്നത്, അതേ പ്രസക്തമായിട്ടുള്ളൂ. അപ്പോൾ സത്യത്തിൽ നിന്ന് പറ്റേ വേർപെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ തരം നാരറ്റീവ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതും പെട്ടെന്നുണ്ടായതല്ല, അതിനും ഒരുപാട് ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു യൂറോപ്പിൽ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ്സിനെ പറ്റി പത്രങ്ങളിൽ വരുന്ന കണക്കുകളും യഥാർത്ഥത്തിലുള്ള കണക്കും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ഒരു ലേഖനത്തിൽ കണ്ടത് ഇങ്ങനെയാണ്. പോപ്പുലേഷൻ എസ്റ്റിമേറ്റുകൾ ഇപ്പോൾ ഫ്രാൻസിൽ അവിടുത്തെ പൊതുവെ പറഞ്ഞ് പത്രങ്ങളിലും മറ്റും വരുന്ന കണക്കനുസരിച്ച് ഫ്രാൻസിൽ മുസ്ലിങ്ങൾ 31% ഉണ്ട്. പക്ഷേ വാസ്തവത്തിൽ സെൻസസ് അനുസരിച്ച് അവിടെ 7% മാത്രമേ ഉള്ളൂ. അതാണ് 31% പെരുപ്പിച്ച് പറയാറുള്ളത്. ഇത് കഴിഞ്ഞ 2015 കണക്കാണ്. ബ്രിട്ടനിൽ 21% മുസ്ലിങ്ങൾ എന്നുള്ളത് വ്യാപകമായിട്ട് പറയാറുണ്ട്. വാസ്തവത്തിൽ അവിടെ 5% എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ജർമ്മനിയിൽ 19% എന്ന് പറയുന്നു, വാസ്തവത്തിൽ 6% മുസ്ലിങ്ങൾ. സ്പെയിനിൽ 16% എന്ന് പറയുന്നു, 2% അവിടെ മുസ്ലിങ്ങളുള്ളൂ. ഇറ്റലിയിൽ 20% എന്ന് പറയുന്നു, 4% മാത്രമാണ് അവിടെ മുസ്ലിങ്ങൾ. അപ്പോൾ ഒരു പോസ്റ്റ് ട്രൂത്ത് ഇറായിൽ എങ്ങനെയാണ് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും സത്യത്തിൻ്റെ രൂപത്തിൽ വ്യാപകമായി പൊതുബോധത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായിരിക്കാം അത്. കശ്മീരിൽ ഒരു ഘട്ടത്തിൽ ഒരു സെൻസസ് കശ്മീരിൽ നടന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് അതിന് മുമ്പൊക്കെ നടന്നു. ഈ സെൻസസ് നടക്കാത്തതിൻ്റെ അടുത്ത 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 2001 സെൻസസ് ആണെന്ന് തോന്നുന്നു, ആ കണക്കുകൾ വന്നപ്പോൾ മുസ്ലിം ജനസംഖ്യയിൽ വലിയ ഉയർച്ച തീർച്ചയായിട്ടും കണ്ടു. കാരണം അതിന് മുമ്പത്തെ സെൻസസിൽ കശ്മീർ ഉൾപ്പെട്ടിരുന്നില്ല. ഇത് വെച്ചുകൊണ്ട് വൻപിച്ച പ്രചാരണം ഒരു കൊല്ലം മുഴുവൻ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത്രയധികം മുസ്ലിങ്ങൾ പെരുകുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ ജനസംഖ്യ കാണിച്ച് ഡെമോഗ്രാഫിക് ഫിയർ മങ്കറിങ് ഇതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഭീതി സൃഷ്ടിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിയ അടക്കമുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ പ്രയോഗശാസ്ത്രങ്ങളുടെ ഒരു രീതിയാണ്. അതിനോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാം, അക്കാഡമിക്കായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാം, ബുദ്ധിപരമായ കർമ്മ പദ്ധതികളുണ്ടാകാം. പക്ഷെ അതേസമയം ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു സത്യം തന്നെ ഒരു പരിധിക്കപ്പുറം നമ്മെ തന്നെ സ്വാധീനിക്കുകയും ഇരവാദമായി മാറുകയും അത് നമ്മിൽ തന്നെ പേടി ഉണ്ടാക്കുകയും
അങ്ങനെ ആ പേടി നമ്മെ തന്നെ വൈകാരികമായി പ്രതികരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്താൽ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്ന ഒരു മുന്നറിയിപ്പാണ് എനിക്ക് തരാനുള്ളത്. ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രബന്ധങ്ങളും അവസാനം ഒരു പുസ്തകമായി ഇറക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള ബുദ്ധിപരമായ ചർച്ചകളിൽ നിന്നാണ് വൈചാരികമായ സൊല്യൂഷൻസ് ഉണ്ടായി വരേണ്ടത്. ഇതിന് സംഘാടകർക്ക് നന്ദിയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് നിർത്തും.